ഹലോ എവ്രി വൺ, എല്ലാവർക്കും പി എസ് സി ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ന്യൂ എസ് ആർ ടി സീരീസിലെ മറ്റൊരു ക്ലാസ്സാണ് ഇന്ന്. 9th സ്റ്റാൻഡേർഡിലെ സാമൂഹ്യശാസ്ത്രം 1-ൽ വരുന്ന ഭാഗം 2-ലെ ചാപ്റ്ററാണ്. അധ്യായത്തിൻ്റെ പേര് ജനാധിപത്യത്തിൻ്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ എന്നതാണ്. ജനാധിപത്യത്തെക്കുറിച്ചാണ് നമ്മൾ കൂടുതലായി പല ക്ലാസ്സുകളിലായി പഠിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇന്ന് ഈ ഒരു അധ്യായത്തിലൂടെ ജനാധിപത്യം എന്ന് പറയുന്നത് എന്താണെന്ന് കുറച്ചും കൂടെ വിശദമായി നമ്മൾ പഠിക്കുകയാണ്. ജനാധിപത്യം എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഇതൊരു ഭരണക്രമം എന്നതിനേക്കാൾ കൂടുതൽ ഒരു ജീവിത രീതിയാണ്, അല്ലെ? ജനാധിപത്യം എന്ന് പറയുന്നത് ഒരു ജീവിത രീതിയാണ്. അപ്പോൾ നമ്മൾ കൂടുതലായി ഇവിടെ പഠിക്കുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇവിടെ പ്രിയാമ്പിൾ, നമ്മുടെ ആമുഖം തന്നിട്ടുണ്ട്. ജനാധിപത്യം ഒരു ഭരണക്രമം എന്നതിലുപരി പൗരരുടെ വിവിധങ്ങളായ ആവശ്യങ്ങളും അഭിലാഷങ്ങളും സഫലീകരിക്കുന്നതും അതിലൂടെ അന്തസ്സുറ്റ ജീവിതം ഉറപ്പുവരുത്തുന്നതുമായിട്ടുള്ള ഒരു സംവിധാനം കൂടിയാണ്. നമ്മൾ പറഞ്ഞതുപോലെ അതൊരു ജീവിത രീതി കൂടെയാണ്. ഇന്ത്യയിൽ ജനാധിപത്യത്തിന്റെ സംസ്ഥാപനത്തിനും അതിന്റെ സർവതല സ്പർശിയായ വ്യാപനത്തിനും വേണ്ടി ഭരണഘടനാനുസൃതം നിലവിൽ വന്ന പല സ്ഥാപനങ്ങളും പ്രവർത്തിച്ചു വരുന്നുണ്ട്. അപ്പൊ ഇതിന് ഉതകുന്ന രീതിയിൽ ഭരണഘടനാനുസൃതമായിക്കൊണ്ട് ഇവയുടെയൊക്കെ ഒരു പ്രവർത്തനം കുറച്ചുകൂടി മെച്ചപ്പെടുത്തുന്ന രീതിയിൽ കുറച്ച് സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുന്നതിന് മുന്നേ നമുക്കിതാ ഇവിടെ കുറച്ച് കമ്മീഷൻസിനെ കുറിച്ചുള്ള കുറച്ച് വാർത്താ തലക്കെട്ടുകൾ തന്നിട്ടുണ്ട്. അതെന്തൊക്കെയാ? വിദ്യാഭ്യാസ അവകാശം ഉറപ്പുവരുത്തും ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ. പിന്നാക്ക വിഭാഗങ്ങൾക്കായി കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കാൻ ശുപാർശ ചെയ്യുമെന്ന് ദേശീയ പിന്നാക്ക കമ്മീഷൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ഈ വിഭാഗങ്ങളുടെ സാമ്പത്തിക പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ള നടപടിക്രമങ്ങളും ഇതിലൂടെ ഉണ്ടാകും എന്ന് കമ്മീഷൻ അറിയിച്ചു. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ സാമ്പത്തിക ഉന്നമനത്തിനായി നടപടി. മനുഷ്യാവകാശ ലംഘനം, കമ്മീഷൻ കേസെടുത്തു. മനുഷ്യാവകാശ ലംഘനം ഉണ്ടായപ്പോൾ കമ്മീഷൻ കേസെടുത്തു. സ്ത്രീ സുരക്ഷാ നടപടികൾ അനിവാര്യം. ലോകസഭാ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനമായി. ന്യൂനപക്ഷാവകാശ സംരക്ഷണം, കമ്മീഷൻ ഇടപെട്ടു. അപ്പോൾ ഇവിടെ നമുക്ക് ഈ വാർത്താ തലക്കെട്ടുകളിൽ നിന്ന് കുറച്ചുകൂടി മനസ്സിലാക്കാനായി സാധിക്കുന്നത് ഏതെല്ലാം തരത്തിലുള്ള കമ്മീഷനുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നു. തിരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, ദേശീയ വനിതാ കമ്മീഷൻ, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ, ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ, ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ എന്നിങ്ങനെ വിവിധ തരത്തിലുള്ള കമ്മീഷനുകൾ, സ്ഥാപനങ്ങൾ ഇവിടെ പ്രവർത്തിച്ച് വരുന്നുണ്ട് എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാക്കാനായി സാധിക്കും. അപ്പോൾ പ്രസ്തുത സ്ഥാപനങ്ങളെ ഭരണഘടനാ സ്ഥാപനങ്ങളെന്നും അതുപോലെ ഭരണഘടനേതര സ്ഥാപനങ്ങളെന്നും രണ്ടായി തരംതിരിക്കുന്നുണ്ട്. ഇവയെല്ലാം തന്നെ ഒരു കുടക്കീഴിലല്ല, ഇവയെ പൊതുവെ രണ്ടായി തരംതിരിക്കുന്നു. ഭരണഘടനാ സ്ഥാപനങ്ങളെന്നും ഭരണഘടനേതര സ്ഥാപനങ്ങളെന്നും എന്നിങ്ങനെ രണ്ടായി തരംതിരിച്ചിരുന്നു. കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസും സ്റ്റാറ്റ്യൂട്ടറി ബോഡീസും എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അങ്ങനെ രണ്ട് തരത്തിൽ വിഭജിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവയുടെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവയെ വേർതിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഭരണഘടന നിലവിൽ വന്നപ്പോൾ തന്നെ രൂപീകരിക്കപ്പെട്ട സ്വയംഭരണ സ്ഥാപനങ്ങളെയാണ് പൊതുവെ ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. ഭരണഘടനാ സ്ഥാപനങ്ങളുടെ അധികാരത്തിന്റെ ഉറവിടം എന്താണ്? ഭരണഘടന തന്നെയാണ്. ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് ഭരണഘടന നിലവിൽ വന്നപ്പോൾ തന്നെ രൂപീകരിക്കപ്പെട്ടിട്ടുള്ള സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. ഇവയുടെ ഉറവിടം, ഈ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ അധികാരങ്ങൾ എവിടെ നിന്ന് വരുന്നു? ഭരണഘടനയിൽ നിന്ന് തന്നെയാണ്. ഈ സ്ഥാപനങ്ങളുടെ അധികാരം, ഘടന എന്നിവയിൽ മാറ്റം വരുത്തുന്നതിന് ഭരണഘടനാ ഭേദഗതി അനിവാര്യമാണ്. ഭരണഘടനാ ഭേദഗതിയിലൂടെ മാത്രമേ, നമ്മൾ ഇന്നലെ ഭേദഗതി ചെയ്യുന്ന രീതികളും പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ രീതികൾ ഉപയോഗിച്ച് മാത്രമേ ഈ സ്ഥാപനങ്ങളുടെയൊക്കെ ഭേദഗതികൾ വരുത്താനായി സാധിക്കുള്ളൂ. ഇവയുടെ അധികാരം, ഘടന എന്നിവയിലൊക്കെ മാറ്റം വരുത്താൻ ഭരണഘടനാ ഭേദഗതി അനിവാര്യമായിട്ടുള്ളതാണ്. എന്നാൽ ഇവിടെ ഭരണഘടനേതര സ്ഥാപനങ്ങളിൽ വ്യത്യാസമുണ്ട്. അതെങ്ങനെയാണ്? പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങൾ അനുസരിച്ച് രൂപം കൊള്ളുന്നവയാണ് ഭരണഘടനേതര സ്ഥാപനങ്ങൾ. ഭരണഘടനാ സ്ഥാപനങ്ങൾ എങ്ങനെയാണ്? ഭരണഘടന രൂപം കൊണ്ട സമയത്ത് തന്നെ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളവയാണ്. എന്നാൽ ഭരണഘടനേതര സ്ഥാപനങ്ങൾ പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങൾ അനുസരിച്ച് രൂപം കൊള്ളുന്നവയാണ്. ഇവയ്ക്ക് പിന്നീട് ആവശ്യാനുസരണം ഭരണഘടനാ പദവി ലഭിക്കാറുണ്ട്. ഓക്കെ,
ഇവയ്ക്ക് ഈ ഭരണഘടനേതര സ്ഥാപനങ്ങൾക്ക് പിന്നീട് ഭരണഘടനാ പദവി ലഭിക്കാറുണ്ട്. ഓക്കെ, അങ്ങനെ ഇത്തരത്തിൽ രണ്ട് തരം സ്ഥാപനങ്ങൾ, ഭരണഘടനാ സ്ഥാപനങ്ങളും ഭരണഘടനേതര സ്ഥാപനങ്ങളും നിലവിലുണ്ട്. ഈ സ്ഥാപനങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, എന്താണ് ഇവയുടെ ഒരു പ്രായോഗിക ഉപയോഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നമ്മുടെ ഭരണഘടന ഉറപ്പുവരുത്തുന്ന കുറച്ച് ഘടകങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളായിട്ടുള്ള സമത്വം, സ്വാതന്ത്ര്യം, സാമൂഹിക നീതി, മതേതരത്വം തുടങ്ങിയ ആശയങ്ങളൊക്കെ നമ്മുടെ രാജ്യത്ത് പ്രായോഗിക തലത്തിൽ നടപ്പിലാക്കപ്പെടണമല്ലോ. അപ്പോൾ അത്തരത്തിൽ നടപ്പിലാക്കുന്നത് ഈ സ്ഥാപനങ്ങളാണ്. ഇത്തരം അടിസ്ഥാന മൂല്യങ്ങൾ നമ്മുടെ രാജ്യത്ത് പ്രായോഗിക തലത്തിൽ നടപ്പിലാക്കുന്നതിൽ ഈ സ്ഥാപനങ്ങൾ മുഖ്യ പങ്ക് വഹിക്കുന്നു. രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾച്ചേർത്തുകൊണ്ടാണ് ഈ സ്ഥാപനങ്ങൾ ജനാധിപത്യത്തിന്റെ ഈ അടിസ്ഥാന ലക്ഷ്യങ്ങൾ സമത്വം, സ്വാതന്ത്ര്യം, സാമൂഹിക നീതി, മതേതരത്വം തുടങ്ങിയ ഈ അടിസ്ഥാന ലക്ഷ്യങ്ങളൊക്കെ കൈവരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താണ്? എല്ലാ വിഭാഗം ജനങ്ങളെയും ഈ സ്ഥാപനങ്ങൾ, ഈ ഭരണഘടന അല്ലെങ്കിൽ ഭരണഘടനേതര സ്ഥാപനങ്ങൾ ഉൾപ്പെടുത്തുന്നു എന്നതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അപ്പൊ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ, നമ്മളിപ്പോ പറഞ്ഞതുപോലെ എല്ലാ ജനവിഭാഗങ്ങളെ, എല്ലാ വിഭാഗത്തിലുമുള്ള ജനങ്ങളെയും ഇവിടെ ഉൾപ്പെടുത്തുന്നു, അല്ലെങ്കിൽ ആ സ്ഥാപനങ്ങൾ അവരെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഓരോ തീരുമാനങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കാരണം എന്താണ്? സമൂഹത്തിലെ എല്ലാ ജനവിഭാഗങ്ങളെയും ഉൾപ്പെടുത്തിയെങ്കിൽ മാത്രമേ ജനാധിപത്യം എന്നത് പൂർണ്ണ വിജയത്തിലെത്തുകയുള്ളൂ എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്, അല്ലെ? അപ്പോൾ അരികവൽക്കരിക്കപ്പെടുന്നവരും ദുർബലരുമായിട്ടുള്ള ജനവിഭാഗങ്ങളുടെ പങ്കാളിത്തത്തിലൂടെ മാത്രമേ ജനാധിപത്യം വിജയം കൈവരിക്കുകയുള്ളൂ. അതിനായി അത്തരം വിഭാഗങ്ങളുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും നീതിപൂർവം പരിഗണിക്കപ്പെടേണ്ടതുണ്ട്. ഇന്ത്യയിൽ ഈ ധർമ്മം നിർവഹിക്കുന്നതിൽ ഭരണഘടനേതര സ്ഥാപനങ്ങൾ, നമ്മൾ നേരത്തെ പറഞ്ഞ ഇത്തരം സ്ഥാപനങ്ങൾ പ്രധാന പങ്കുവഹിക്കുന്നു. അതായത് സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾച്ചേർത്തുകൊണ്ടാണ് ഈ കമ്മീഷനുകളൊക്കെ പ്രവർത്തിക്കുന്നത് എന്നാണ് പറഞ്ഞു വന്നതിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ നമ്മൾ ഓരോ ഭരണഘടനേതര സ്ഥാപനങ്ങളെ കുറിച്ച് പ്രധാനപ്പെട്ടവയാണ്, നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നൊക്കെ അറിയാവുന്നതാണ്. ഓരോന്നും തന്നെ എടുത്തെടുത്ത് ഒരുപാട് തവണയായിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇവയെക്കുറിച്ചെല്ലാം വിശദമായി തന്നെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഓരോന്നായിട്ട് പഠിക്കാൻ വേണ്ടി പോവാണ്. നമ്മളിത് ആദ്യം ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പഠിച്ച് മുന്നോട്ട് പോകുകയാണ്. ഓക്കെ, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. തിരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ചിത്രങ്ങളാണ് ഇവിടെ നമുക്ക് താഴെ നൽകിയിട്ടുള്ളത്. തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതിനായിട്ട് വരിവരിയായി നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. വിരലിൽ മഷി പുരട്ടുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ബൂത്തിന്റെ സജ്ജീകരണമാണ് പിന്നീട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ഇവിടെ എന്താണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ? നമ്മുടെ രാജ്യത്ത് സ്വതന്ത്രവും നീതിയുക്തവുമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കുന്നതിനായിട്ട് ഭരണഘടനാനുസൃതമായി രൂപീകരിച്ച സ്ഥിരവും സ്വതന്ത്രവുമായിട്ടുള്ള സ്ഥാപനമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. നോക്കാം. ജനാധിപത്യ ഭരണക്രമത്തിൽ തിരഞ്ഞെടുപ്പുകൾക്ക് നിർണായകമായ പങ്കാണുള്ളത്, നമുക്കറിയാം. ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ ജനപ്രതിനിധികളും ഭരണാധികാരികളും അധികാരത്തിലെത്തുന്നത് എങ്ങനെയാണ്? തിരഞ്ഞെടുപ്പിലൂടെയാണ്. ജനാധിപത്യ സംവിധാനത്തിൽ ജനപ്രതിനിധികളും ഭരണാധികാരികളും തിരഞ്ഞെടുപ്പിലൂടെയാണ് അധികാരത്തിലെത്തുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്? ആ തിരഞ്ഞെടുപ്പ് നീതിപൂർവമായിരിക്കണം, നിഷ്പക്ഷമായിരിക്കണം. അതായത് അവിടെ സത്യസന്ധമായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പായിരിക്കണം നടക്കുന്നത്. ഇത്തരത്തിൽ നീതിപൂർവവും നിഷ്പക്ഷവുമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്തുന്നതിന് സ്വതന്ത്രവും ആധികാരികവുമായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പ് സംവിധാനം തന്നെ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇന്ത്യയിൽ ഈ ഒരു ഉത്തരവാദിത്വം നിർവഹിക്കുന്നത് ഭരണഘടനാ സ്ഥാപനമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഭരണഘടനാ സ്ഥാപനം എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്? അവിടെ ഒരു അനുച്ഛേദം ഉണ്ടായിരിക്കും, നൽകിയിട്ടുണ്ട്. ഭരണഘടനയുടെ അനുച്ഛേദം 324 പ്രകാരം എടുത്ത് ചോദിച്ചിട്ടുണ്ട്, പലതവണയായിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ആർട്ടിക്കിൾ 324
തിരഞ്ഞെടുപ്പുകളെ പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം എന്ന് പറയുന്നത് ഭാഗം 15 ഭാഗം 15 പരാമർശിക്കുന്നത്. തിരഞ്ഞെടുപ്പുകളെ കുറിച്ച് പറയുന്ന ഭരണഘടനാ ഭാഗം ഭാഗം 15. ആർട്ടിക്കിൾ 324 മുതൽ 329 വരെയാണ് കേട്ടോ. ഭരണഘടനയുടെ അനുച്ഛേദം 324 പ്രകാരം 1950 ജനുവരി 25 ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, 1950 ജനുവരി 25 ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നിട്ടുള്ളത്. ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 324. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറും 2 കമ്മീഷണർമാരും മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറും 2 കമ്മീഷണർമാരും ചേർന്നതാണ് ഈ ഒരു നിലവിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഘടന എന്ന് പറയുന്നത്. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറും 2 തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരും അടങ്ങുന്നതാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇവരെ നിയമിക്കുന്നത് ആരാണ്? കമ്മീഷണർമാരെയും മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. ഇതെല്ലാം തന്നെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. ഇനി അവരുടെ കാലാവധി എത്രയാണ്? അവരുടെ കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. ഇതിലേതാണോ ആദ്യം അതായിരിക്കും അവരുടെ കാലാവധി. 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ് ഈ ഒരു തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാലാവധി എന്ന് പറയുന്നത്. ഇനി ഇംപീച്ച്മെന്റ് പ്രോസസ്സിലൂടെ മാത്രമേ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ തൽസ്ഥാനത്ത് നിന്ന് നീക്കാനായി സാധിക്കുകയുള്ളൂ. ഇത്തരത്തിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ ആ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നതും പ്രസിഡന്റ് തന്നെയാണ് കേട്ടോ, രാഷ്ട്രപതി തന്നെയാണ്. സുപ്രീം കോടതി ജഡ്ജിനെ മാറ്റുന്ന അതേ നടപടിക്രമങ്ങൾ ഇംപീച്ച്മെന്റ് ഉപയോഗിച്ച് മാത്രമേ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നിയമനത്തിന് ശേഷം അദ്ദേഹത്തിന്റെ സേവന വ്യവസ്ഥകളിലൊന്നും മാറ്റം വരുത്തുന്നതിനായിട്ട് സാധിക്കില്ല. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ ശുപാർശയില്ലാതെ മറ്റേതെങ്കിലും ഒരു തിരഞ്ഞെടുപ്പ് കമ്മീഷണറെയോ റീജിയണൽ കമ്മീഷണറെയോ നീക്കം ചെയ്യാനും സാധിക്കില്ല. അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു പോസ്റ്റാണ് അത്. ഓക്കെ, അപ്പൊ ഇദ്ദേഹത്തെ തൽസ്ഥാനത്ത് നിന്ന് നീക്കുന്നതും നിയമിക്കുന്നതും രാഷ്ട്രപതിയാണ്. നീക്കുന്നത് ഇംപീച്ച്മെന്റ് പ്രോസസ്സിലൂടെ മാത്രമേ പറ്റൂ. ഒരു സുപ്രീം കോടതി ജഡ്ജിനെ എങ്ങനെയാണോ മാറ്റുന്നത് അതേ നടപടിക്രമങ്ങളിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് ചീഫ് ഇലക്ടറൽ ഓഫീസർമാരാണ്. കേന്ദ്രഭരണ പ്രദേശങ്ങളിലും അതുപോലെ സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. അപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് സ്വതന്ത്രവും നീതിയുക്തവുമായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്തണം. അതിനായിട്ടാണ് ഈ ഒരു സ്ഥാപനം, സ്ഥിരവും സ്വതന്ത്രവുമായിട്ടുള്ള ഈ ഒരു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന സ്ഥാപനം. ഏത് ഭാഗമാണ്? ഭാഗം 15 പ്രകാരം അനുച്ഛേദം 324 മുതൽ 329 വരെയാണ് പരാമർശിക്കുന്നത്. ഈ ഒരു അനുച്ഛേദം പ്രകാരം, ഭരണഘടനയുടെ അനുച്ഛേദം 324 പ്രകാരം 1950 ജനുവരി 25 തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വരുന്നത്. ഈ ഒരു ഭരണഘടനാ അനുച്ഛേദം 324 പ്രകാരം 1950 ജനുവരി 25 തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വരുന്നത്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വരുന്നത് 1950 ജനുവരി 25 ദേശീയ സമ്മതിദായക ദിനം 2011 മുതൽ ജനുവരി 25 ദേശീയ സമ്മതിദായക ദിനം. വോട്ടേഴ്സ് ഡേ ആണ് ജനുവരി 25. എന്തുകൊണ്ടാണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്ന ദിവസമായതുകൊണ്ടാണ് ജനുവരി 25 ദേശീയ സമ്മതിദായക ദിനമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ പറഞ്ഞതുപോലെ ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനം നിർവാചൻ സദൻ ന്യൂഡൽഹി ആണ് കേട്ടോ. നിർവാചൻ സദൻ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ, നിർവാചൻ സദൻ ന്യൂഡൽഹി. ഓക്കെ, ഇതാണ് ആസ്ഥാനം. ഓക്കെ, നിർവാചൻ സദൻ ന്യൂഡൽഹി. ഇനി
നമ്മളിവിടെ പറഞ്ഞതുപോലെ ആരൊക്കെയാണ്? ഒരു മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറും 2 കമ്മീഷണർമാരും ചേർന്നതാണ് നമ്മുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഘടന എന്ന് പറയുന്നത്. ഒരു തിരഞ്ഞെടുപ്പ് കമ്മീഷണറും മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറും 2 കമ്മീഷണർമാരും 1+2 എന്നതാണ് ഇവിടുത്തെ ഘടന. ആരാണ് നിയമിക്കുന്നത്? രാഷ്ട്രപതിയാണ്. ഇലക്ഷൻ കമ്മീഷണർമാരുടെ കാലാവധി എന്ന് പറയുന്നത് 6 അല്ലെങ്കിൽ 65 വർഷമാണ്. 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് എന്നതാണ് ഇവരുടെ കാലാവധി എന്ന് പറയുന്നത്. അതുപോലെ ഇദ്ദേഹത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യുന്നത് പ്രസിഡന്റാണ്. പ്രസിഡന്റിന് മാത്രമേ നീക്കം ചെയ്യാൻ സാധിക്കുള്ളൂ. അതും ഇംപീച്ച്മെന്റ് പ്രോസസ്സിലൂടെ മാത്രം. സുപ്രീം കോടതി ജഡ്ജിനെ മാറ്റുന്ന അതേ രീതിയിലുള്ള നടപടിക്രമങ്ങളിലൂടെ മാത്രമേ അദ്ദേഹത്തെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. പിന്നെ നമ്മൾ പറഞ്ഞു ഇംപീച്ച്മെന്റ് പ്രക്രിയ എന്താണ് എന്നുള്ളത് നമുക്ക് താഴെ നൽകുന്നുണ്ട്. എന്താണ് ഇംപീച്ച്മെന്റ് എന്നാൽ ഭരണഘടനാ പദവികളിൽ ഇരിക്കുന്ന വ്യക്തികളെ പ്രസ്തുത സ്ഥാനങ്ങളിൽ നിന്നും പാർലമെന്ററി നടപടികളിലൂടെ പുറത്താക്കുന്ന പ്രക്രിയയെ ഇംപീച്ച്മെന്റ് എന്ന് പറയുന്നു. ഭരണഘടനാ പദവികളിൽ ഇരിക്കുന്ന വ്യക്തികളെ പ്രസ്തുത സ്ഥാനത്ത് നിന്നും പാർലമെന്ററി നടപടികളിലൂടെ പുറത്താക്കുന്ന പ്രക്രിയയാണ് ഇംപീച്ച്മെന്റ്. ഇത്തരത്തിൽ ഇംപീച്ച്മെന്റ് നടപടികളിലൂടെ മാത്രമേ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലും സംസ്ഥാനങ്ങളിലും ഒക്കെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് ചീഫ് ഇലക്ടറൽ ഓഫീസർമാരാണ് എന്ന്. ഇനി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ EVM നമ്മുടെ രാജ്യത്തിന്റെ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ കാത്തു സൂക്ഷിക്കുന്നതിന് വളരെയേറെ പ്രധാനപ്പെട്ട ഒരു നടപടിക്രമമാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയാണ് ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. തിരഞ്ഞെടുപ്പ് പ്രക്രിയ അതുകൊണ്ട് എന്താണ്? കൂടുതൽ സുതാര്യമായിരിക്കണം. ഇത്തരത്തിൽ സുതാര്യമാക്കുന്നതിനും തിരഞ്ഞെടുപ്പ് കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പിലാക്കിയിട്ടുള്ള സംവിധാനത്തിന്റെ പേരാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ EVM എന്ന് പറയുന്നത്. ഇത്തരത്തിൽ സുതാര്യവും അതുപോലെ കുറ്റകൃത്യങ്ങളില്ലാത്തതുമായിട്ടുള്ള രീതിയിൽ ഒരു തിരഞ്ഞെടുപ്പ് നടപ്പിലാക്കുന്നതിനാണ് ഈ ഒരു സംവിധാനം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അല്ലെങ്കിൽ EVM. 1982 കേരളത്തിലെ പറവൂർ നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി EVM പരീക്ഷിക്കുന്നത്. 1982 കേരളത്തിലെ പറവൂർ നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലാണ് ആദ്യമായിട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരീക്ഷിക്കുന്നത്. 2004 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 543 മണ്ഡലങ്ങളിലും ഈ EVM ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരീക്ഷിക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ 2004 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇത് പരീക്ഷിച്ചു. 1982 കേരളത്തിലെ പറവൂർ നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിലാണ് ആദ്യമായിട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് 2004 543 മണ്ഡലങ്ങളിലും ഇത് ഉപയോഗിക്കുകയാണ് ഉണ്ടായത്. ഈ ഒരു EVMന് ഈ ഒരു മെഷീനിന് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ കൺട്രോൾ യൂണിറ്റ്, ബാലറ്റ് യൂണിറ്റ് എന്നിങ്ങനെ 2 യൂണിറ്റുകളാണ് ഉണ്ടായിരുന്നത്. സുതാര്യത ഉറപ്പുവരുത്തുന്നതിനായിട്ട് VVPAT വോട്ടർ വേരിഫൈഡ് പേപ്പർ ഓഡിറ്റ് ട്രയൽ ഫുൾ ഫോം ചോദിക്കാൻ സാധ്യതയുണ്ട്, ഓർത്തിരിക്കുക. VVPAT വോട്ടർ വേരിഫൈഡ് പേപ്പർ ഓഡിറ്റ് ട്രയൽ ഈ ഒരു സംവിധാനവും ഈ പറഞ്ഞ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നമുക്കറിയാലോ, നമ്മൾ വോട്ട് ചെയ്ത സമയത്തൊക്കെ ഇത് കണ്ടിട്ടുണ്ടാവും. അതായത് നമ്മൾ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം നമ്മൾ വോട്ട് രേഖപ്പെടുത്തിയ ആൾക്ക് തന്നെയാണ്, ആ ഒരു സ്ഥാനാർത്ഥിക്ക് തന്നെയാണ് ലഭിച്ചത് എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു പ്രിന്റ് ഔട്ട് കിട്ടുന്ന ഒരു സംവിധാനത്തിന്റെ പേരാണ് ഈ VVPAT എന്ന് പറയുന്നത്. ഇങ്ങനെ ലഭിക്കുന്ന പ്രിന്റ് ഔട്ട് നമുക്ക് കൊണ്ടുപോകാനൊന്നും സാധിക്കില്ല, എങ്കിലും നമുക്കത് കാണാനായിട്ട് സാധിക്കും, ഒന്നുകൂടെ കൺഫേം ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു സംവിധാനമാണ് VVPAT വോട്ടർ വേരിഫൈഡ് പേപ്പർ ഓഡിറ്റ് ട്രയൽ VVPAT എന്നതാണ് ആ ഒരു സംവിധാനം. ഈ ഒരു സംവിധാനവും ഈ ഒരു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വേഗത വർദ്ധിപ്പിക്കുന്നതിനും ഫലപ്രഖ്യാപനം വേഗത്തിലാക്കുന്നതിനും തിരഞ്ഞെടുപ്പ് ചെലവുകൾ കുറയ്ക്കുവാനും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ സഹായകമാകുന്നു. അപ്പോൾ ഇവ എന്താണ്? കൂടുതൽ സുതാര്യവും അതുപോലെ തന്നെ കുറ്റമറ്റതുമായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പിലേക്കാണ് നമ്മെ സഹായിച്ചിട്ടുള്ളത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ. ജനാധിപത്യത്തിന്റെ സ്ഥാപനത്തിനായി രൂപം കൊണ്ടിട്ടുള്ള ഭരണഘടനാ സ്ഥാപനം എന്ന നിലയിൽ വളരെ വലിയ ചുമതലകളാണ് ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വഹിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ്
എന്തൊക്കെയാണ് ചുമതലകൾ എന്ന് നമുക്ക് നോക്കാം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകളാണ് ഇനി നമ്മൾ നോക്കുന്നത്. ആദ്യം നമുക്കിവിടെ സംഭാഷണ ശകലം നൽകിയിട്ടുണ്ട്. എനിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ സാധിക്കുമോ എന്നൊരു കുട്ടി ചോദിക്കുകയാണ്. അപ്പോൾ ഇല്ല, വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് 18 വയസ്സ് പൂർത്തിയാക്കണം. നമ്മുടെ രാജ്യത്ത് വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതും തിരിച്ചറിയൽ കാർഡ് ലഭ്യമാക്കുന്നതും ആരാണ്? തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ രാജ്യത്ത് വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതും വോട്ടർമാർക്ക് തിരിച്ചറിയൽ കാർഡ് നൽകുന്നതും ആരാണ്? തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലായി. പിന്നെ എന്തെല്ലാം ചുമതലകളുണ്ട്? പ്രധാനപ്പെട്ട ചുമതലകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇതൊന്ന് നോക്കാം. വോട്ടർ പട്ടിക തയ്യാറാക്കൽ, തിരിച്ചറിയൽ കാർഡ് ലഭ്യമാക്കൽ, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ലോകസഭ, രാജ്യസഭ, സംസ്ഥാന നിയമസഭാംഗങ്ങൾ എന്നിവരുടെ തിരഞ്ഞെടുപ്പിനുള്ള മേൽനോട്ടം, നടത്തിപ്പ്, നിയന്ത്രണം എന്നിവയാണ് പ്രധാനപ്പെട്ട ചുമതലകൾ. കൂടാതെ പെരുമാറ്റച്ചട്ടങ്ങളുടെ പ്രഖ്യാപനവും നടപ്പിലാക്കലും, രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകലും, ചിഹ്നം അനുവദിക്കലും, തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കൽ, നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കൽ, സൂക്ഷ്മ പരിശോധന, നാമനിർദ്ദേശ പത്രിക അംഗീകരിക്കൽ, സ്ഥാനാർത്ഥി പത്രിക പ്രസിദ്ധീകരിക്കൽ, വോട്ടെടുപ്പ്, വോട്ടെണ്ണൽ തീയതി നിശ്ചയിക്കൽ, ഫലപ്രഖ്യാപനവും തർക്കങ്ങൾ പരിഹരിക്കലും, തിരഞ്ഞെടുപ്പ് ചെലവ് പരിശോധിക്കലും തുടർ നടപടികൾ സ്വീകരിക്കലും. ഇവയെല്ലാമാണ് പ്രധാനപ്പെട്ട ചുമതലകളായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർവഹിച്ചു വരുന്നത്. അതായത് വോട്ടർ പട്ടിക തയ്യാറാക്കൽ, തിരിച്ചറിയൽ കാർഡ് ലഭ്യമാക്കൽ തുടങ്ങിയവയൊക്കെ. നാളിതുവരെ വോട്ടർമാരുടെ പട്ടിക തയ്യാറാക്കുന്നതിന് മേൽനോട്ടം വഹിച്ചിട്ടുള്ളത് ആരാണ്? ഇലക്ഷൻ കമ്മീഷനാണ്, തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. രജിസ്റ്റർ ചെയ്തിട്ടുള്ള പേരുകൾ പട്ടികയിൽ ഉണ്ടാകാതിരിക്കുകയോ അനർഹരുടെ പേരുകളും നിലവിലില്ലാത്തവരുടെ പേരുകളും ഒക്കെ കടന്നുകൂടുക എന്ന സാധാരണ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ തെറ്റുകൾ ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് വോട്ടർ പട്ടിക കുറ്റമറ്റതാക്കുന്നതിനുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്തുന്നത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഇങ്ങനെ കൃത്യമായ രീതിയിൽ വോട്ടർ പട്ടിക തയ്യാറാക്കുക, തിരിച്ചറിയൽ കാർഡ് ലഭ്യമാക്കുക എന്നതാണ് പ്രധാനപ്പെട്ട ഒരു ചുമതല എന്ന് പറയുന്നത്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ലോകസഭ, രാജ്യസഭ, സംസ്ഥാന നിയമസഭാ അംഗങ്ങൾ എന്നിവരുടെയൊക്കെ തിരഞ്ഞെടുപ്പിനുള്ള മേൽനോട്ടം വഹിക്കുന്നു, നടത്തിപ്പ് നോക്കി നടത്തുന്നു, നിയന്ത്രണം വഹിക്കുന്നു എന്നിവയെല്ലാം ഇലക്ഷൻ കമ്മീഷന്റെ ചുമതലകളാണ്. അതായത് സ്വതന്ത്രവും നീതിപൂർവവുമായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പ് ഉറപ്പ് വരുത്തുന്നതിന് തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഏത് ഘട്ടത്തിലും തീരുമാനമെടുക്കുന്നതിനുള്ള അധികാരം തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഇപ്പോൾ ചിലപ്പോൾ ഒരു പ്രത്യേക മണ്ഡലത്തിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ വോട്ടെടുപ്പ് റീപോൾ ആവശ്യമായിട്ട് വരികയാണെങ്കിൽ അതിനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിനും ഈ ഒരു കമ്മീഷന് അധികാരം ഉണ്ട് എന്നുള്ളതാണ്. പിന്നീട് പെരുമാറ്റച്ചട്ടങ്ങളുടെ പ്രഖ്യാപനവും നടപ്പിലാക്കലും. ഇവിടെ തെരഞ്ഞെടുപ്പ് സമയത്ത് പാർട്ടികളും സ്ഥാനാർത്ഥികളും ഒക്കെ പാലിക്കേണ്ട പെരുമാറ്റച്ചട്ടം നിർണയിക്കുന്നതും തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. തെരഞ്ഞെടുപ്പ് പാർട്ടികൾക്ക് അംഗീകാരം നൽകുന്നതും ചിഹ്നം അനുവദിക്കുന്നതും തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. രാഷ്ട്രീയ പാർട്ടികൾക്കായിട്ടുള്ള അംഗീകാരം നൽകുന്നു, അവർക്ക് ഓരോരുത്തർക്കുമുള്ള ചിഹ്നം അനുവദിച്ച് നൽകുന്നതും ഒക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കൽ, അതായത് ഇവിടെ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് സമയക്രമം പാലിച്ചുകൊണ്ട് നിശ്ചയിക്കുകയും തെരഞ്ഞെടുപ്പ് പദ്ധതികൾ തയ്യാറാക്കുകയും ചെയ്യുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം, നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട തീയതി, പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി, സൂക്ഷ്മ പരിശോധനാ തീയതി, പത്രിക പിൻവലിക്കുന്നതിനുള്ള അവസാന തീയതി, തിരഞ്ഞെടുപ്പ് തീയതി, വോട്ടെണ്ണൽ, അതിന്റെ ഫലപ്രഖ്യാപനം എന്നിവയെല്ലാം ഉൾപ്പെടുന്നതാണ് ഈ ഒരു തിരഞ്ഞെടുപ്പ് പദ്ധതി എന്ന് പറയുന്നത്. ഇതെല്ലാം തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവാദിത്തത്തിൽ ഉൾപ്പെടുന്നതാണ്. വോട്ടെടുപ്പ്, വോട്ടെണ്ണൽ തീയതികൾ നിശ്ചയിക്കൽ, ഫലപ്രഖ്യാപനം, അതിന്റെ തർക്കം പരിഹരിക്കൽ എല്ലാം തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉള്ളിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. അതായത് തിരഞ്ഞെടുപ്പ് ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തർക്കങ്ങൾ അന്വേഷിക്കുന്നതിന് ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതും ആരാണ്? തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. തിരഞ്ഞെടുപ്പ് ചെലവ് പരിശോധിക്കലും തുടർ നടപടികൾ സ്വീകരിക്കലും എന്നതും ഉൾപ്പെടുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയിൽ തന്നെയാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ, ഉത്തരവാദിത്തങ്ങൾ തുടങ്ങിയവ നിർവചിക്കുന്നതിനും വിപുലവും സങ്കീർണവുമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് സംവിധാനം
കാര്യക്ഷമവും ബഹുജന പങ്കാളിത്തമുള്ളതുമാക്കി മാറ്റുന്നതിനും സുസംഘടിതമായിട്ടുള്ള നിയമങ്ങളാണ് നമ്മുടെ രാജ്യത്തിൽ ഉള്ളത്. 1950ലെയും 1951ലെയും ജനപ്രാതിനിധ്യ നിയമങ്ങൾ ഈ ധർമ്മങ്ങളാണ് നിർവഹിക്കുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞതുപോലെ ചുമതലകളൊക്കെ നിർവഹിക്കുന്നതിനും ഉത്തരവാദിത്തങ്ങളൊക്കെ നിറവേറ്റുന്നതിനുമൊക്കെ എന്താണ് നിയമങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. 1950ലെയും 1951ലെയും ജനപ്രാതിനിധ്യ നിയമങ്ങൾ ഇത്തരത്തിലുള്ള ധർമ്മങ്ങൾ നിറവേറ്റുന്നവയാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ 327 വകുപ്പ് അനുസരിച്ചാണ് ഈ നിയമങ്ങൾ പാർലമെന്റ് പാസാക്കിയിട്ടുള്ളത്. ആർട്ടിക്കിൾ 327 പ്രകാരമാണ് ജനപ്രാതിനിധ്യ നിയമങ്ങൾ ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയിട്ടുള്ളത്. തിരഞ്ഞെടുപ്പ് പ്രക്രിയ വിശദമായി തന്നെ ഈ നിയമങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. നിയമങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് താഴെ. ഈ ഒരു നിയമത്തിൽ തിരഞ്ഞെടുപ്പ് പ്രക്രിയ എന്നത് വളരെ വിശദമായി തന്നെ വ്യക്തമായി നൽകിയിട്ടുണ്ട്. അതായത് നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കുന്നത് മുതൽ ഫലപ്രഖ്യാപനം വരെയുള്ള എല്ലാ ഘട്ടങ്ങളും ഇതിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഈ നിയമങ്ങളിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ജനപ്രാതിനിധ്യ നിയമങ്ങൾ, അവയെക്കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. ജനപ്രാതിനിധ്യ നിയമം 1950, റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1950. എന്താണ്? പാർലമെന്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും തിരഞ്ഞെടുപ്പുകളിലേക്കുള്ള നിയോജക മണ്ഡലങ്ങൾ നിശ്ചയിക്കുന്നതിനും അവയുടെ അതിർത്തി പുനർനിർണയിക്കുന്നതിനും വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനുമുള്ള വ്യവസ്ഥകൾ ക്രോഡീകരിക്കുന്ന നിയമമാണ് ഈ പറഞ്ഞ 1950ലെ ജനപ്രാതിനിധ്യ നിയമം. പാർലമെന്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും ഒക്കെ തിരഞ്ഞെടുപ്പുകളിലേക്കുള്ള നിയോജക മണ്ഡലങ്ങൾ നിശ്ചയിക്കുന്നു, അവയുടെ അതിർത്തി നിശ്ചയിക്കുന്നു, വോട്ടർ പട്ടിക തയ്യാറാക്കുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെയൊക്കെ വ്യവസ്ഥകൾ ക്രോഡീകരിക്കുന്നത് ഈ ഒരു നിയമപ്രകാരമാണ്, ജനപ്രാതിനിധ്യ നിയമപ്രകാരമാണ്. ഈ നിയമപ്രകാരം എല്ലാ പാർലമെന്റ് മണ്ഡലങ്ങളും ഏകാംഗ മണ്ഡലങ്ങളായിരിക്കണം. എല്ലാ പാർലമെന്റ് മണ്ഡലങ്ങളും ഏകാംഗ മണ്ഡലങ്ങളാണ് എന്ന് ഈ നിയമം അനുശാസിക്കുന്നു. നിയോജക മണ്ഡലങ്ങളുടെ വിഭജനം, പുനർനിർണയം, മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ, ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർ, വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനുള്ള ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ എന്നിവരുടെയൊക്കെ നിയമനം, വോട്ടർ പട്ടിക തയ്യാറാക്കൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഒരു നിയമം വഴി വ്യവസ്ഥാപിതമാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ളതുപോലെ നിയോജക മണ്ഡലങ്ങൾ ഏതാണ് എന്ന് വിഭജിക്കുന്നു, പുനർനിർണയം, അതിർത്തി പുനർനിർണയിക്കുന്നുണ്ട്, മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ, ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർമാർ, വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനുള്ള ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ പോലെയുള്ള ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലുള്ള ഓഫീസർമാർ, വോട്ടർ പട്ടിക തയ്യാറാക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ജനപ്രാതിനിധ്യ നിയമം 1950 അനുശാസിക്കുന്നുണ്ട്. ഇനി 1951ലെ ജനപ്രാതിനിധ്യ നിയമം. ഇന്ത്യൻ പാർലമെന്റിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനും തിരഞ്ഞെടുക്കപ്പെട്ട അവരുടെ യോഗ്യതയും അയോഗ്യതയും നിർണ്ണയിക്കുകയും അപ്പൊ ഇന്ത്യൻ പാർലമെന്റിലേക്കും അതുപോലെ സംസ്ഥാന നിയമസഭകളിലേക്കുമുള്ള കാര്യങ്ങളും ഈ നിയമത്തിൽ അനുശാസിക്കുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ യോഗ്യതയും അയോഗ്യതയും ഒക്കെ നിർണയിക്കുന്നതിനും തിരഞ്ഞെടുപ്പ് തർക്കങ്ങൾ പരിഹരിക്കുന്നതിനുള്ള വ്യവസ്ഥയും ചെയ്യുന്ന നിയമമാണ് 1951ലെ ജനപ്രാതിനിധ്യ നിയമത്തിൽ പറയുന്നത്. ഈ നിയമത്തിൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ, പാർലമെന്റ് അംഗങ്ങളുടെ യോഗ്യതകൾ, അയോഗ്യതകൾ എന്നിവയെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്നു. പാർലമെന്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും അംഗങ്ങളെ അയോഗ്യരാക്കുന്നതിനെക്കുറിച്ചും തിരഞ്ഞെടുപ്പ് സംവിധാനത്തെക്കുറിച്ചും മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ, ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർ, തിരഞ്ഞെടുപ്പ് നിരീക്ഷകർ, റിട്ടേണിംഗ് ഓഫീസർമാർ എന്നിവരുടെ ചുമതലകളും യോഗ്യതകളും ഈ നിയമത്തിൽ നിർവചിച്ചിരിക്കുന്നുണ്ട്. ഈ ഒരു നിയമത്തിലും വിവിധ തലങ്ങളിലുള്ള പ്രധാനപ്പെട്ട ഓഫീസർമാരെ കുറിച്ചും അവരുടെ ചുമതലകളെക്കുറിച്ചും യോഗ്യതകളെക്കുറിച്ചുമാണ് ഇവിടെ നിർവചിച്ചിട്ടുള്ളത്. രാഷ്ട്രീയ പാർട്ടികളുടെ രജിസ്ട്രേഷനെ കുറിച്ചും ഈ നിയമത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടികളുടെ രജിസ്ട്രേഷനെ കുറിച്ച് പരാമർശിക്കുന്നത് 1951ലെ പ്രാതിനിധ്യ നിയമപ്രകാരമാണ്. ഈ നിയമപ്രകാരം ഏത് സംഘടനയ്ക്കും രാഷ്ട്രീയ പാർട്ടിയായി മാറണം എങ്കിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. ഈ ഒരു നിയമപ്രകാരമാണ്, ജനപ്രാതിനിധ്യ നിയമം 1951 പ്രകാരമാണ് ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും ഏതൊരു സംഘടനയ്ക്കും രാഷ്ട്രീയ പാർട്ടിയായി മാറണം എങ്കിൽ രജിസ്ട്രേഷൻ എന്നത് മാൻഡേറ്ററി ആയി വെച്ചിട്ടുള്ളത്.
ദേശീയ പാർട്ടി, പ്രാദേശിക പാർട്ടി എന്നീ പദവികൾക്കുള്ള മാനദണ്ഡങ്ങളും തിരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ ലഭിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളുമൊക്കെ വ്യവസ്ഥ ചെയ്യുന്നത് ഈ ഒരു നിയമത്തിലാണ്. സംഘടനകൾ രാഷ്ട്രീയ പാർട്ടിയായി മാറണമെങ്കിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് ഈ ഒരു നിയമം അനുശാസിക്കുന്നുണ്ട്. ദേശീയ പാർട്ടി അല്ലെങ്കിൽ പ്രാദേശിക പാർട്ടി എന്ന രീതിയിലുള്ള എന്നീ പദവികളിലേക്കുള്ള മാനദണ്ഡങ്ങളും തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ചിഹ്നങ്ങളും ഒക്കെ ലഭിക്കുന്നതിനുമായിട്ടുള്ള മാനദണ്ഡങ്ങളെല്ലാം തന്നെ ഈ ഒരു നിയമത്തിൽ അനുശാസിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഇതാണ് ജനപ്രാതിനിധ്യ നിയമം 1950 51. ദേശീയ സമ്മതിദായക ദിനം. നമ്മൾ നേരത്തെ കണ്ടതുപോലെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നിട്ടുള്ള ജനുവരി 25 നമ്മുടെ ദേശീയ സമ്മതിദായക ദിനം. ജനുവരി 25 ദേശീയ സമ്മതിദായക ദിനമായിട്ട് ആചരിക്കുന്നത്. 2011 മുതലാണ് ഈ ദിനം ആചരിച്ചു തുടങ്ങിയത്. 1950 ജനുവരി 25 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നിട്ടുണ്ടായിരുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്ഥാപക ദിനം എന്ന നിലയിലാണ് ജനുവരി 25 ദേശീയ സമ്മതിദായക ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ ഇത്തരത്തിൽ ഒരു ദിനം ആചരിക്കുന്ന നിലയ്ക്ക് രാജ്യത്തെ എല്ലാ വോട്ടർമാരെയും തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ സജീവ പങ്കാളികളാക്കി മാറ്റുന്നതിനും സമ്മതിദാന അവകാശം വിനിയോഗിക്കുന്നതിന് പ്രോത്സാഹിപ്പിക്കുകയുമാണ് ഈ ഒരു ദിനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ 2011 മുതലാണ് ഈ ഒരു ദിനം സമ്മതിദായക ദിനമായിട്ട് ആചരിച്ച് വരുന്നത്. നാഷണൽ വോട്ടേഴ്സ് ഡേ എന്നോണം ആചരിച്ച് വരുന്നത് 2011 മുതലാണ്. 1950 ജനുവരി 25 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. ജനുവരി 25 ദേശീയ സമ്മതിദായക ദിനം. ഇതുവരെ നമ്മൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പഠിച്ചു വന്നു. അപ്പൊ ഇനി നമുക്ക് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചാണ് പഠിക്കേണ്ടത്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂടാതെ ഓരോ സംസ്ഥാനങ്ങളിലും സംസ്ഥാനതല തെരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ ഉണ്ട്. 73, 74 ഭരണഘടനാ ഭേദഗതികളിലൂടെ സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ നിലവിൽ വന്നു. അപ്പോൾ സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ നിലവിൽ വരാൻ കാരണമായിട്ടുള്ള ഭേദഗതി ഏതാണ്? 73, 74 ഭരണഘടനാ ഭേദഗതികളാണ്. ഇതിലൂടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 343 മുതൽ 343 വരെ ഉള്ള അനുച്ഛേദങ്ങൾ പ്രകാരമാണ് ഇത് രൂപീകരിച്ചിട്ടുള്ളത്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുകളുടെ ഒരു ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ ചുമതലകൾ എന്താണെന്ന് ചോദിച്ചാൽ, സംസ്ഥാനങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടർ പട്ടിക തയ്യാറാക്കൽ, തിരഞ്ഞെടുപ്പിനുള്ള മേൽനോട്ടവും നിയന്ത്രണവും തുടങ്ങിയ ചുമതലകളൊക്കെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുകളാണ് നിർവഹിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അംഗങ്ങളുടെ സംവരണ സ്ഥാനങ്ങൾ നിശ്ചയിക്കുന്നതും കമ്മീഷനാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അംഗങ്ങളുടെ സംവരണ സ്ഥാനങ്ങൾ നിശ്ചയിക്കുന്നതും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്, ഈ ഡേറ്റ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, 1993 ഡിസംബർ 3 കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഡിസംബർ 3 സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണറാണ് കേട്ടോ. ഗവർണറാണ് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത്. ഇനി കാലാവധി നോക്കുകയാണെങ്കിൽ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണറുടെ കാലാവധി 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ് കേട്ടോ. 65 വയസ്സ്, 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഇവിടെ പറഞ്ഞതുപോലെ ആർട്ടിക്കിൾ 243 ആണ്. 243 സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ തന്റെ രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ആർക്കാണ്? ഗവർണർക്കാണ് കേട്ടോ. സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണറാണ്. രാജിക്കത്ത് സമർപ്പിക്കേണ്ടതും ഗവർണർക്ക് തന്നെയാണ്. ഓക്കെ. ഇന്ത്യയെ പോലെ വൈവിധ്യങ്ങളാൽ സമ്പന്നമായതും ഉയർന്ന ജനസംഖ്യയുള്ളതുമായിട്ടുള്ള രാജ്യത്ത് ജനാധിപത്യ ഭരണക്രമം രൂപപ്പെടുത്തുന്നതിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന് സുപ്രധാന പങ്കാണ് ഉള്ളത്. സാമൂഹികം, സാമ്പത്തികം, ലിംഗപരം തുടങ്ങിയ അസമത്വങ്ങളാൽ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട നിരവധി ജനവിഭാഗങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു. ഇത്തരം ജനവിഭാഗങ്ങളെ തിരഞ്ഞെടുപ്പ് എന്ന പ്രക്രിയയുടെ ഭാഗമാക്കുക വഴി ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ രാഷ്ട്രീയ അടിത്തറ ഉറപ്പാക്കുക എന്ന കർത്തവ്യമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർവഹിച്ചിട്ടുള്ളത്. രാജ്യത്തിലെ വിവിധ തലങ്ങളിലുള്ള
തെരഞ്ഞെടുപ്പുകളുടെ സുതാര്യവും നീതിയുക്തവുമായിട്ടുള്ള നിർവഹണത്തിലൂടെ ഈ ഭരണഘടനാ സ്ഥാപനത്തെ ജനാധിപത്യപരമായി കൂടുതൽ ശക്തവും അർത്ഥപൂർണമാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജനാധിപത്യം എന്നത് അതിന്റെ പൂർണ്ണ അർത്ഥത്തിൽ എത്തുന്നത് എപ്പോഴാണ്? ജനങ്ങളെല്ലാവരും തന്നെ ഇതിൽ ഒരു പങ്കാളികളാകുമ്പോഴാണ്, അല്ലെ? അത്തരത്തിൽ എല്ലാ വിധത്തിലുമുള്ള ജനങ്ങളെ യാതൊരു കാരണവശാലും ഉള്ളൊരു വിവേചനങ്ങളൊന്നും നേരിടാതെ ജനങ്ങളെ ജനാധിപത്യ ഭരണക്രമം രൂപപ്പെടുത്തുന്നതിൽ എലക്ഷൻ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് എന്നത് വലിയ പങ്ക് വഹിക്കുകയും ഇത്തരത്തിൽ ലിംഗപരമോ സാമൂഹികപരമോ സാമ്പത്തികപരമോ ആയിട്ടുള്ള യാതൊരുവിധ അസമത്വങ്ങളും മുന്നിൽ നിർത്താതെ എല്ലാവരും തുല്യരെന്ന നിലയിൽ ഇത്തരത്തിലൊരു വോട്ടിംഗ് പ്രോസസ്സിലൂടെ നമ്മുടെ ജനാധിപത്യം മുന്നോട്ട് പോകുമ്പോൾ അവിടെ ജനാധിപത്യത്തിന്റെ രാഷ്ട്രീയ അടിത്തറ ഉറപ്പിക്കുകയാണ് ചെയ്തത്. അതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇവിടെ മറ്റൊരു പോയിന്റ്, പ്രധാനപ്പെട്ട പോയിന്റ്, ഈ അടുത്തിടെ പോലും PSC ചോദിച്ചിട്ടുണ്ട്. സുകുമാർ സെൻ ആരായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ? സുകുമാർ സെൻ ആയിരുന്നു. സുകുമാർ സെൻ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. ഈ അടുത്തിടെ കൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, അപ്പൊ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ദേശീയ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒക്കെ നമ്മൾ പറഞ്ഞു. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഒരു ഡേറ്റ് ഉണ്ട്. എന്താണ്? December 10. December 10ന്റെ പ്രത്യേകത എന്താണ്? അന്തർദേശീയ മനുഷ്യാവകാശ ദിനമാണ് December 10. ഐക്യരാഷ്ട്രസഭയുടെ ആഹ്വാന പ്രകാരം December 10 അന്തർദേശീയ മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത്. 1948 December 10 ഐക്യരാഷ്ട്രസഭ ഇത്തരത്തിലൊരു മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തുന്നത്. അതായത് ഓരോ വ്യക്തിയിലും അന്തർലീനമായിട്ടുള്ള അന്തസ്സ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സുരക്ഷ ഉറപ്പാക്കി എല്ലാവിധ മനുഷ്യാവകാശങ്ങളോടും കൂടി ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്ന് ലോക ജനതയോട് ആഹ്വാനം ചെയ്യുന്നതിനായിട്ടാണ് December 10 എന്ന ഈ ഒരു തീയതി അന്തർദേശീയ മനുഷ്യാവകാശ ദിനമായിട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഉന്നത തലത്തിലുള്ള രാഷ്ട്രീയ സമ്മേളനങ്ങളും സാംസ്കാരിക പരിപാടികളും ഒക്കെ ഈ ഒരു ദിനത്തിൽ നടത്തപ്പെടുന്നുണ്ട്. ഇത്തരത്തിൽ അന്തർദേശീയ മനുഷ്യാവകാശ ദിനം വലിയ രീതിയിൽ മുന്നോട്ട് വയ്ക്കുകയാണ് ചെയ്യുന്നത്. മനുഷ്യാവകാശ ലംഘനങ്ങൾ നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന പൗരാവകാശങ്ങളുടെയും മൂല്യങ്ങളുടെയും ഒക്കെ നിഷേധമാണ്. മനുഷ്യാവകാശ ലംഘനങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടന നമുക്ക് ഉറപ്പു നൽകുന്ന ചില മനുഷ്യരുടെ മൗലിക അവകാശങ്ങൾ അല്ലെങ്കിൽ പൗരാവകാശങ്ങളും മൂല്യങ്ങളും ഒക്കെ ഉണ്ട്. ഇവയുടെയൊക്കെ നിഷേധമാണ് ശരിക്കും മനുഷ്യാവകാശ ലംഘനങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്ത് മനുഷ്യാവകാശ ലംഘനങ്ങൾ ഇല്ലാതെയാക്കി പൗരാവകാശ സംരക്ഷണം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഒരു സ്ഥാപനം മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ചിട്ടുള്ളത്. 1993 ഒക്ടോബർ 12 1993 ഒക്ടോബർ 12 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത്. 1993 സെപ്റ്റംബർ 28 നിലവിൽ വന്നിട്ടുള്ള മനുഷ്യാവകാശ സംരക്ഷണ ഓർഡിനൻസ് പ്രകാരം കമ്മീഷൻ നിലവിൽ വന്ന തീയതിയാണ് ഇത്. 1993 ഒക്ടോബർ 12. ഒക്ടോബർ 12 നിലവിൽ വന്നത്. December 10 എന്ന് പറയുന്നത് ദേശീയ മനുഷ്യാവകാശ ദിനമാണ്. അതുകൊണ്ട് അത് മാറിപ്പോവാൻ പാടില്ല കേട്ടോ. December 10 ദേശീയ മനുഷ്യാവകാശ ദിനമാണ്. ഒക്ടോബർ 12 1993 ഒക്ടോബർ 12 മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത്. ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ് കേട്ടോ. ഇനി ആസ്ഥാനം എവിടെയാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം മാനവാധികാർ ഭവൻ ന്യൂഡൽഹിയാണ് കമ്മീഷന്റെ ആസ്ഥാനം. ചെയർപേഴ്സൺ ഉൾപ്പെടെ 6 അംഗങ്ങളാണ് കമ്മീഷന് ഉള്ളത്. ചെയർപേഴ്സൺ ഉൾപ്പെടെ 6 അംഗങ്ങളാണ് കമ്മീഷൻ ഉള്ളത്. അതായത് ഒരു ചെയർപേഴ്സണും 5 സ്ഥിരാംഗങ്ങളും, മൊത്തം 6 അംഗങ്ങളായിരിക്കും കമ്മീഷനിൽ ഉണ്ടാവുന്നത്, അംഗങ്ങളായിട്ടുള്ളത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി പദവി വഹിച്ച ആള്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി ആയിരിക്കും അധ്യക്ഷനാവുന്നത്, ചെയർപേഴ്സൺ ആയിരിക്കുന്നത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി പദവി വഹിച്ച ഒരാളായിരിക്കണം കമ്മീഷന്റെ ചെയർപേഴ്സൺ അല്ലെങ്കിൽ അധ്യക്ഷൻ എന്ന് പറയുന്നത്.
രാഷ്ട്രപതിയാണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് പ്രസിഡന്റാണ്, രാഷ്ട്രപതി. ഇനി കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ് കാലാവധി. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ് കാലാവധി എന്ന് പറയുന്നത്. കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ഇതിൽ ഏതാണോ ആദ്യം വരുന്നത് അതായിരിക്കും അവരുടെ കാലാവധി എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ. ഇവിടെ നമ്മൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻമാരുടെ പേരൊന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. നമുക്ക് അടുത്തിടെ തന്നെ വന്ന ഒരു 2-3 വർഷം മുന്നേ വന്ന ക്വസ്റ്റ്യനിൽ ഇവിടെ മനുഷ്യാവകാശ കമ്മീഷനിലെ ചെയർമാൻ സ്ഥാനം നിർവഹിച്ചിട്ടില്ലാത്ത വ്യക്തി ആര് എന്ന രീതിയിൽ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അംഗങ്ങളുടെ പേര് ഒന്ന് നോക്കി വെക്കുക കേട്ടോ. കാണാതെ പഠിക്കണം എന്നല്ല, ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993. മനുഷ്യാവകാശ സംരക്ഷണത്തിനും അനുബന്ധ കാര്യങ്ങൾക്കുമായി ദേശീയ സംസ്ഥാന തലങ്ങളിൽ മനുഷ്യാവകാശ കമ്മീഷനുകളും കോടതികളും സ്ഥാപിക്കാൻ നിർദ്ദേശിച്ചുകൊണ്ട് നിലവിൽ വന്ന നിയമമാണ് മനുഷ്യാവകാശ സംരക്ഷണ നിയമം. അതായത് ദേശീയ തലത്തിൽ മാത്രമല്ല സംസ്ഥാന തലങ്ങളിലും മനുഷ്യാവകാശങ്ങളുടെ സംരക്ഷണവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ മുന്നോട്ട് വെക്കുന്നതിനായിട്ട് ഒരു കമ്മീഷൻ നിയമനം ആവശ്യമാണ് എന്ന രീതിയിൽ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു നിയമമാണ് മനുഷ്യാവകാശ സംരക്ഷണ നിയമം. 1993 സെപ്റ്റംബർ 28 ഈ ഒരു നിയമം പ്രാബല്യത്തിൽ വരുന്നത്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. 1993 സെപ്റ്റംബർ 28 നിലവിൽ വന്നിട്ടുള്ള മനുഷ്യാവകാശ സംരക്ഷണ ഓർഡിനൻസ് പ്രകാരമാണ് നമ്മുടെ ഈ ഒരു മനുഷ്യാവകാശ കമ്മീഷൻ 1993 ഒക്ടോബർ 12 രൂപീകൃതമാകുന്നത്. ഈ ഒരു സംരക്ഷണ നിയമപ്രകാരമാണ് ദേശീയ സംസ്ഥാന തലങ്ങളിൽ മനുഷ്യാവകാശ കമ്മീഷനുകൾ പ്രവർത്തിക്കുന്നത്. ഈ ഒരു നിയമപ്രകാരമാണ്. ഈ നിയമത്തിൽ മനുഷ്യാവകാശ കോടതി, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ, ദേശീയ പട്ടികജാതി കമ്മീഷൻ, ദേശീയ വനിതാ കമ്മീഷൻ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്നിവ നിർവചിച്ചിരിക്കുന്നുണ്ട്. ഈ ഒരു നിയമപ്രകാരമാണ് ഇവയെല്ലാം നിർവചിച്ചിട്ടുള്ളത്. ഇതുകൂടാതെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണം, ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള അംഗങ്ങളുടെ നിയമനം, അവരുടെ നീക്കം ചെയ്യൽ, കാലാവധി, കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ, അധികാരങ്ങൾ ഇവയെല്ലാം തന്നെ ഈ ഒരു നിയമത്തിൽ പ്രതിപാദിച്ച് നൽകുന്നുണ്ട്. കമ്മീഷന്റെ അന്വേഷണ നടപടിക്രമം, റിപ്പോർട്ട് സമർപ്പിക്കൽ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണം, പ്രവർത്തന അന്വേഷണ നടപടിക്രമങ്ങൾ എന്നിവയും ഈ ഒരു നിയമത്തിൽ നിഷ്കർഷിക്കുന്നുണ്ട്. ഈ നിയമപ്രകാരം കമ്മീഷന്റെ അന്വേഷണ നടപടിക്രമം എങ്ങനെയാണ്, റിപ്പോർട്ട് സമർപ്പിക്കൽ ആർക്കാണ്, എങ്ങനെയാണ്, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണവും അവയുടെ പ്രവർത്തനങ്ങളും, പ്രവർത്തന അന്വേഷണ നടപടികൾ ഇവയെല്ലാം തന്നെ ഈ ഒരു നിയമത്തിൽ നിഷ്കർഷിച്ച് നൽകുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ ജീവനും സ്വാതന്ത്ര്യത്തിനും തുല്യ പരിഗണനയ്ക്കും അന്തസ്സിനും വേണ്ടി ഭരണഘടന ഉറപ്പാക്കിയിട്ടുള്ളതോ ഇന്ത്യ അംഗീകരിച്ച അന്തർദേശീയ ഉടമ്പടികൾ പ്രകാരം നടപ്പിൽ വരുത്താവുന്നതോ ആയ അവകാശങ്ങളെയാണ് മനുഷ്യാവകാശങ്ങൾ എന്ന് കണക്കാക്കുന്നത്. ഇവിടെ നൽകിയിട്ടുള്ളത് മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകളെയാണ്. ചുമതലകൾ പറയുന്നതിന് മുന്നേ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഇനി ചുമതലകളിലേക്ക് കടക്കുമ്പോൾ മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച പരാതികളിൽ അന്വേഷണം നടത്തുക എന്നതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്. മനുഷ്യാവകാശ ലംഘനം സംഭവിക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പരാതികളിൽ അന്വേഷണം നടത്തുക. മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു നിവേദനത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കോടതി വിധിയിലോ സ്വമേധയാ അന്വേഷണം നടത്താനും മനുഷ്യാവകാശ കമ്മീഷനുകൾക്ക് അധികാരമുണ്ട്. കോടതിയുടെ അംഗീകാരത്തോടെ കോടതിയുടെ മുൻപാകെ നിൽക്കുന്ന മനുഷ്യാവകാശ ലംഘന ആരോപണവുമായി ബന്ധപ്പെട്ട ഏത് നടപടിയിലും ഇടപെടാനായിട്ടും സാധിക്കും. ഏതെങ്കിലും ജയിലിലോ അല്ലെങ്കിൽ സംരക്ഷണത്തിനായി വ്യക്തികളെ തടഞ്ഞു വെച്ചിട്ടുള്ളതോ പാർപ്പിച്ചിട്ടുള്ളതോ ആയിട്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ മറ്റ് സ്ഥാപനങ്ങളോ സന്ദർശിക്കുകയോ അവിടുത്തെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് സർക്കാരിന് ശുപാർശ നൽകുകയോ ഒക്കെ ഈ ഒരു മനുഷ്യാവകാശ കമ്മീഷന് സാധ്യമായിട്ടുള്ള അധികാരങ്ങളാണ്. മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ചിട്ടുള്ള കോടതി നടപടികളിൽ കക്ഷി ചേരുക എന്നതും മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകളാണ്. ജയിലുകൾ, പുനരധിവാസ കേന്ദ്രങ്ങൾ മുതലായവ സന്ദർശിച്ച് പരിഷ്കരണ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക, മനുഷ്യാവകാശ
പരിരക്ഷാ സംവിധാനങ്ങളുടെ നിർവഹണവും ഫലപ്രാപ്തിയും വിലയിരുത്തി നിർദ്ദേശങ്ങൾ നൽകുക, മനുഷ്യാവകാശത്തെ സംബന്ധിച്ച അന്തർദേശീയ കരാറുകൾ, പ്രഖ്യാപനങ്ങൾ തുടങ്ങിയവ വിശകലനം ചെയ്ത് നടപടികൾ സ്വീകരിക്കുക, നിയമപാലകർ ഉൾപ്പെടെയുള്ള പൊതുസേവകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളും ഇവ തടയുന്നതിൽ വരുത്തുന്ന വീഴ്ചകളും പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കുക. ഇവയെല്ലാം തന്നെ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രധാനപ്പെട്ട ചുമതലകളാണ്. ഇത്തരത്തിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകളുമായി ബന്ധപ്പെട്ട സെക്ഷൻ ഏത് എന്ന് ചോദിക്കാറുണ്ട്. സെക്ഷൻ 12 ആണ് കേട്ടോ. കമ്മീഷന്റെ ചുമതലകളുമായി ബന്ധപ്പെട്ട സെക്ഷൻ 12 ആണ്. സെക്ഷൻ 12. ഇനി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായം 5 ആണ്. അധ്യായം 5-ൽ സെക്ഷൻ 21 മുതൽ 29 വരെയാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പരാമർശിക്കുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് സമാനമായി തന്നെ സംസ്ഥാനങ്ങളിലും മനുഷ്യാവകാശ കമ്മീഷനുകൾ നിലവിലുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ദേശീയ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുകൾ രൂപീകരിക്കണം എന്നിവിടെ നിയമം നിഷ്കർഷിക്കുന്നുണ്ട്. അത്തരത്തിൽ സംസ്ഥാനങ്ങളിലും നിയമാവകാശങ്ങൾ ഉറപ്പുവരുത്തിക്കൊണ്ട് മനുഷ്യാവകാശ കമ്മീഷനുകൾ നിലവിൽ വരുന്നു. 1998 ഡിസംബർ 11 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നിട്ടുള്ളത്. ഈ തീയതി വളരെ പ്രധാനപ്പെട്ടതാണ്. 1998 ഡിസംബർ 11 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നിട്ടുള്ളത്. ചെയർപേഴ്സൺ ഉൾപ്പെടെ ഇവിടെ 3 അംഗങ്ങളാണ് കമ്മീഷനിൽ ഉള്ളത്. ചെയർപേഴ്സൺ ഉൾപ്പെടെ 3 അംഗങ്ങൾ, 1+2 എന്ന രീതിയിലാണ് ഇവിടെ അംഗങ്ങളുടെ ഘടനയുള്ളത്. ചെയർപേഴ്സൺ ഉൾപ്പെടെ 3 അംഗങ്ങളാണ് കമ്മീഷനിലുള്ളത്. വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജി ആയിരിക്കും. ഇത്തരത്തിൽ ദേശീയ, സംസ്ഥാന കമ്മീഷനുകൾ വരുമ്പോൾ അത് നമ്മളൊന്ന് കമ്പയർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഇപ്പൊ ഇവിടെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ എന്താണ് കണ്ടത്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി പദവി വഹിച്ചിരുന്ന ഒരാളായിരിക്കണം കമ്മീഷന്റെ ചെയർപേഴ്സൺ എന്ന് എടുത്ത് പറയുന്നുണ്ടായിരുന്നു അല്ലെ? അപ്പൊ ഇവിടെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ആരാണ്? വിരമിച്ചിട്ടുള്ള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജി. അപ്പൊ ഇത്തരത്തിലൊന്ന് കമ്പയർ ചെയ്ത് പഠിക്കുക, അപ്പൊ ഓർത്തിരിക്കാൻ എളുപ്പമായിരിക്കും. ആരാണ് ഇവരെ നിയമിക്കുന്നത്? ഗവർണറാണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്. അതുപോലെ ദേശീയ കമ്മീഷന്റെ ചെയർപേഴ്സണെയും മറ്റംഗങ്ങളെയൊക്കെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ് കേട്ടോ. രാഷ്ട്രപതിയാണ് ചെയർപേഴ്സണെയും മറ്റംഗങ്ങളെയും ഒക്കെ നിയമിക്കുന്നത്. ഇവരുടെ നിയമനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 4 ആണ് കേട്ടോ. ദേശീയ കമ്മീഷനെ കുറിച്ചാണ് പറയുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സണെയും മറ്റംഗങ്ങളെയും ഒക്കെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട വകുപ്പ് 4, സെക്ഷൻ 4 ആണ്. ചെയർപേഴ്സണെയും മറ്റംഗങ്ങളെയും ഒക്കെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഇനി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലേക്ക് വരുമ്പോൾ അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണറാണ്. ഓക്കെ. അപ്പോൾ ജനാധിപത്യ വ്യവസ്ഥയിൽ മനുഷ്യാവകാശങ്ങൾക്ക് നിസ്തുലമായിട്ടുള്ള സ്ഥാനമാണ് ഉള്ളത്. മനുഷ്യൻ എന്ന നിലയിൽ അന്തസ്സോടെയും അഭിമാനത്തോടെയും സ്വന്തം അവകാശങ്ങൾ വിനിയോഗിക്കാൻ സാധിക്കുമ്പോഴാണ് ജനാധിപത്യ സംവിധാനം പൂർണ്ണമായും അർത്ഥവത്താകുന്നത്. പൗരരുടെ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് അതിലൂടെ ജനാധിപത്യത്തിന്റെ വ്യാപനം ഉറപ്പാക്കുന്നതിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സുപ്രധാന പങ്ക് വഹിക്കുന്നു എന്ന് പറയുന്നു. ഇവിടെയും ഈ പറഞ്ഞതുപോലെ ജനാധിപത്യം എന്നത് പൂർണ്ണ അർത്ഥത്തിൽ എത്തണം എങ്കിൽ എല്ലാവരും മനുഷ്യൻ എന്ന നിലയിലുള്ള അന്തസ്സോടെയും അഭിമാനത്തോടെയും അവരവരുടെ അവകാശങ്ങൾ വിനിയോഗിച്ചുകൊണ്ട് ജീവിക്കുന്നതിനായിട്ടുള്ള അവസരം ഇവിടെ ഉണ്ടാകണം. അതിനായി മനുഷ്യാവകാശ കമ്മീഷൻ എന്ന ഒരു ആശയം ഉണ്ടായിരിക്കണം. അവയുടെ പ്രവർത്തനങ്ങൾ ഭംഗിയായി നിറവേറ്റപ്പെടുകയും വേണം. അപ്പം ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്കിവിടെ പഠിക്കാനായിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഇന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചും ദേശീയ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചും പഠിച്ചു കഴിഞ്ഞു. ഇവയെല്ലാം നിങ്ങൾക്ക് ക്ലിയറായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു ചാപ്റ്റർ ഇവിടെ പൂർത്തിയാകുന്നില്ല. നാളെ നമുക്ക് ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇത്രയും വിശദാംശങ്ങൾ മാത്രമല്ല പഠിക്കാനുള്ളത്, എല്ലാ ക്ലാസ്സിലും എടുത്തു പറയുന്ന പോയിന്റാണ്. ഇത് ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ടുള്ള കണ്ടന്റ് മാത്രമാണ്. ഇവിടെ വിശദാംശങ്ങൾ നമ്മൾ ഇനിയും ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട നോട്ട് നിങ്ങൾ തയ്യാറാക്കുമ്പോൾ കൂടുതൽ പോയിന്റ്സ് ആഡ് ചെയ്യാനായിട്ടുള്ള സ്പേസ് വിടുകയോ അല്ലെങ്കിൽ കൂടുതൽ പോയിന്റ്സ് നിങ്ങൾ പഠിക്കുന്നതോടൊപ്പം ചേർക്കുകയോ ചെയ്യാം. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.